നമസ്കാരം, ഞാൻ ഡോക്ടർ സാൻഡി. ഇന്നത്തെ വിഷയം സ്ഥൗല്യം, അതായത് അമിതഭാരം അല്ലെങ്കിൽ ഒബേസിറ്റി. അമിതഭാരം മിക്ക രോഗത്തിൻ്റെയും മുഖ്യ കാരണമാകുന്നു. ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തില് അമിതഭാരം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആയുർവേദത്തിലെ 7 ധാതുക്കളാണ്. അതിന്റെ ഫാറ്റ് ടിഷ്യൂ, അതായത് മേധധാതു, അതിന്റെ അമിതവർദ്ധനമാണ് സ്ഥൗല്യം. ശരീരത്തിന് ഭാരം, പ്രവർത്തനത്തിൽ മന്ദത ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സ്ഥൗല്യം. ഇനി അമിതഭാരത്തിന്റെ ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, അളവ് ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കുന്നു. ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ വയറിൽ അളവ് കൂടാതെ നിറയ്ക്കുന്നു. ഒരു സമയത്ത് വയർ നിറച്ചിട്ടുള്ള കഴിക്കും. ബേക്കറി ഐറ്റംസ്, ബേക്ക്ഡ് ഐറ്റംസ്, ഓയിലി ഐറ്റംസ്, മധുരം, ഗ്ലൂട്ടൻ, മേദ, ഇതൊക്കെയാണ് അമിതഭാരം ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണം. പിന്നെ എക്സസൈസ് കുറവായിട്ട് ചെയ്യും. ശരിക്കും എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ഭാരം എത്രയാണോ അതനുസരിച്ച് വേണം എക്സസൈസ് ചെയ്യുന്നത്. 15 minutes 20 minutes ചെയ്യാം, 30 to 45 minutes ചെയ്യാം, ചിലവർ 1 hour ചെയ്യുന്നവരുണ്ട്. പകലുറക്കം, മാനസിക സമ്മർദ്ദം, വിഷാദം, ഇമോഷണൽ ഈറ്റിംഗ്, ഇതെല്ലാം കഫദോഷത്തിനെ വർദ്ധിപ്പിച്ച് നമ്മുടെ ശരീരത്തിലെ മേദം അടിഞ്ഞുകൂടാനായിട്ട് സഹായിക്കും. ഇനി അമിതഭാരത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? വയറും അരയിലും അമിത കൊഴുപ്പ്, മന്ദത, ചലന ബുദ്ധിമുട്ട്, ചെറിയ മൂവ്മെന്റ്സിന് പോലും ശ്വാസം കിട്ടാതെ വരുന്നു, സ്ഥിരമായുള്ള വിശപ്പ്, ക്ഷീണം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി ആയുർവേദത്തിലെ ചികിത്സാ രീതി എങ്ങനെ അമിതഭാരം കൺട്രോൾ ചെയ്യാം? വ്യായാമം. രണ്ടാമത്, അവോയ്ഡ് ഡേ സ്ലീപ്പ്, പകലുറക്കം അവോയ്ഡ് ചെയ്യുക. ലൈറ്റായിട്ടുള്ള ഫുഡ്, പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡ്, ടൈംലി ഫുഡ്, സമയത്തിനനുസരിച്ച് കഴിക്കുക. വിശപ്പുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. പിന്നെ ആയുർവേദത്തിലെ പോലെ പഞ്ചകർമ്മങ്ങൾ, അങ്ങനെയുള്ള ചികിത്സാ രീതിയിലേക്കും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മങ്ങൾ ചെയ്യാം. പിന്നെ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാം. അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. അമിതഭാരം വെറും രൂപസൗന്ദര്യം പ്രശ്നമല്ല. ഹൃദ്രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒരു വലിയ കാരണമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ജീവിതശൈലി മാറ്റുക, ശരിയായ ഭക്ഷണ ക്രമീകരണം, പിന്നെ ആയുർവേദ ചികിത്സാ രീതിയായ പഞ്ചകർമ്മങ്ങൾ, അതായത് ചില ക്ലെൻസിങ് തെറാപ്പീസിന് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. 1 in 3 months 1 in 6 months ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.